വെള്ളത്തിന് പോകാൻ വഴിയൊരുക്കിയാൽ കൊള്ളാമായിരുന്നു. റോഡാണ്, തോടല്ല, പുഴയുമല്ല. ഇതിപ്പോൾ എവിടെയാണ് ഇതിനകത്ത് കുഴിയുള്ളത്, എവിടെയാണ് എതിലേ പോകേണ്ടതെന്ന് തിരിയുന്നില്ല. വണ്ടി കൊണ്ട് വന്നാൽ ടൂ വീലറായാലും നമ്മളെ വണ്ടിയായാലും നല്ല ഇതിൽ വന്ന ഏതെങ്കിലും വലിയ കുഴിയുണ്ടെങ്കിൽ അതിനകത്ത് വീണ് അപകടത്തിന് ഒരുപാട് സാധ്യതയുള്ളതാണ്. വികസനത്തിന് പേരുകേട്ട നാടിൻ്റെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ കോളാരിയിലാണ് സംഭവം. ഇങ്ങനെ അങ്ങനെ നിങ്ങളുടെ റോഡ് വളരെ പോക്കാണ്. ഇപ്പോൾ വണ്ടി ഒരു കുഴിയിലാണ് ഉള്ളത്. ഈ കുഴി തിരിഞ്ഞിട്ടില്ല, റോഡിലെ വെള്ളത്തിലായതുകൊണ്ട്. അപ്പോൾ അറിയാതെ ആളുകൾ വന്നു കഴിഞ്ഞാൽ അടിച്ചു പോകും. എന്താ അവസ്ഥ? ഒരു തുള്ളി വെള്ളം റോഡിന് നടുവിലൂടെ അല്ലാണ്ട് അരിയിലൂടെ പോകുന്നില്ല. വെള്ളത്തിന് പോകാൻ സ്ഥലമില്ല, പിന്നെന്ത് ചെയ്യാം? ഇതാണ് അവസ്ഥ. വെള്ളം മുഴുവൻ റോഡിൽ വെള്ളക്കെട്ട്. ഇവിടുന്ന് അങ്ങോളം ഉണ്ട്, പക്ഷേ ഞാൻ അവിടുന്ന് ഇത് ഇത്ര ഭീകരമല്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. വളരെ ശോച്യാവസ്ഥയാണ് ഇവിടുത്തെ റോഡ്. അവിടെ ഇവിടെയൊക്കെ കുണ്ടും കുഴിയും. മട്ടന്നൂർ മണ്ഡലം, മട്ടന്നൂർ മുനിസിപ്പാലിറ്റി അതിൽപ്പെടുന്ന ആൾ. വെള്ളത്തിന് പോകാൻ വഴിയൊരുക്കി കൊടുത്താൽ വലിയൊരു അപകടം ഒഴിവായി കിട്ടും. ദയവായി അധികൃതർ ശ്രദ്ധിക്കുക. ഇനി വെള്ളത്തിന് പോകാനുള്ള ഒരു വഴി സൈഡിലൂടെ ഒഴുക്കി കൊടുക്കണം. അവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഇല്ലെങ്കിൽ മൂക്കുത്തി വീണ് അപകടം ഉണ്ടാകും. വളരെ മിസ്റ്റേക്ക് റോഡായത്, വളരെ മിസ്റ്റേക്ക് റോഡ്. തുടക്കം മുതൽ ഇവിടം വരെ ദുരിത യാത്രയാണ്. വാഹനങ്ങൾ ടാക്സ് അടച്ചിട്ട് നമ്മുടെ റോഡ് നന്നാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മഴക്കാലം മാത്രമൊന്നുമല്ല, വേനൽക്കാലവും ഇത് തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, MLA ആണെങ്കിൽ MLA, അല്ല ഇനി വേറെ ഏതെങ്കിലും വകുപ്പാണെങ്കിൽ അവർ ദയവ് ഏറ്റി റോഡൊന്ന് നന്നാക്കി തരാൻ ദയവ് കാണിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. വാഹനം ഓടിച്ച് അപകടം നടു ഒടിയുന്നു. ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ ആവട്ടി വാർഡ്, ആവട്ടി അമ്പലത്തിൻ്റെ തൊട്ടപ്പുറം ഒരു തുള്ളി വെള്ളം റോട്ടുമെന്ന് പുറത്തു പോയിട്ടില്ല. എല്ലാ റോട്ടുമുണ്ട്. ഇതിപ്പോൾ റോഡ് ഏതാണ്, വഴി ഏതാണ്, കുഴിയുണ്ടോ ഒന്നും തിരിയുന്നില്ല. ഇതൊക്കെ സൈഡ് ചാലൊരുക്കാത്തതിൻ്റെ പ്രശ്നമാണ്. വാഹനത്തിന് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. വെള്ളക്കെട്ടുകൾ മാറ്റിക്കൊടുക്കാൻ അധികൃതർ, നാട്ടുകാർ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മനോഹരമായ കാഴ്ചകളും കാണാം നമുക്ക്. അവസ്ഥ